വീക്ഷന് ശേഷം കുറച്ചു നേരം പ്രകൃതി ഭംഗി ആസ്വദിച്ചു. ചുറ്റിനും കാടും പച്ചപ്പും മാത്രം. കുറച്ചു നേരം അതൊക്കെ ആസ്വദിച്ചതിന് ശേഷം വീട്ടിലോട്ട് പോയപ്പോഴാണ് ക്ഷണിക്കാത്തൊരു അതിഥി വീട്ടിൻ്റെ പടിവാതിൽക്ക് വന്നു നിന്നത്. പുള്ളിക്കാരൻ ഒരു കുഞ്ഞൻ പാമ്പാണ്. പുള്ളിക്കാരനെ നമ്മൾ ഇറക്കിവിടാൻ നോക്കിയെങ്കിലും പുള്ളിക്കാരൻ പോകാൻ കൂട്ടാക്കിയില്ല. കല്ലും മണ്ണൊക്കെ വാരി എറിഞ്ഞ് ഓട്ടിക്കാൻ നോക്കി. പുള്ളിക്കാരൻ പോകാൻ കൂട്ടാക്കിയില്ല. അടുത്ത് വന്ന കൊത്തുമെന്ന് പറഞ്ഞാണ് പുള്ളിക്കാരൻ്റെ നിപ്പ്. ഇത് കണ്ടുകൊണ്ട് എൻ്റെ പൂച്ചക്കുട്ടൻ ചെമ്പൻ പൂച്ച ഇതിനെ തലക്കടിച്ച് കൊലപ്പെടുത്തി. പിന്നൊന്നും നോക്കിയില്ല, ചത്ത ശവത്തിനെ പൊക്കി എടുത്തുകൊണ്ട് പോയി ഒരു കുഴി കുത്തി മണ്ണിട്ട് മൂടി. ഒരു കുരിശും വെച്ചു, ഒരു പൂവും വെച്ചു. പാമ്പ് കൂട്ടന് ആദരാഞ്ജലികൾ. ഈ സമയത്ത് നമ്മുടെ 3 പൂച്ചക്കുട്ടന്മാർ വീട്ടിലില്ലായിരുന്നു. എവരോട് ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നു പാമ്പിൻ്റെ അവസ്ഥ? കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഒരു മഴ വന്നു പോയി. ചുറ്റിനും മനോഹരമായ കാഴ്ചകൾ, നീലാകാശവും വെള്ളമയങ്ങളും. സമയം ഇപ്പോൾ ഒരു 5 മണിയോളാകും. ജോലിയൊക്കെ കഴിഞ്ഞാൽ കൂടുതൽ സമയവും ഞാൻ ബ്രൗണിപ്പണിൻ്റെ കൂടെയും അപ്പക്കുട്ടൻ്റെ കൂടെയാണ് സമയം ചെലവഴിക്കുന്നത്. ഇവരുടെ സ്നേഹം കാണുമ്പോൾ നമുക്ക് തോന്നും ഭൂമിയിൽ ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ പറ്റുന്നത് ഇതുപോലെയുള്ള മിണ്ടാപ്രാണികളാണെന്ന്. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ അമ്മ ജോലി കഴിഞ്ഞെത്തി. കുറച്ച് പാപ്പ വാങ്ങിച്ചുകൊണ്ടുവന്നു. ഇനി ഇതെല്ലാം കഴിക്കണം. അതാണ് അടുത്ത പരിപാടി. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു കുഞ്ഞു വീഡിയോ